ഹായ്, നാളെ എനിക്കൊരു കല്യാണം ഉണ്ട്. അപ്പം വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് ഫേസിലൊന്ന് അപ്ലൈ ചെയ്തിട്ടൊന്ന് സുന്ദരിയാവാന്ന് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ മാതിരി ഇനി നിറം വെക്കുമോ അല്ലെങ്കിൽ രാവിലത്തേക്ക് വേറെ എന്തെങ്കിലും സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ വരുമോ ഒന്നും അറിയില്ല. കാരണം ഞാനിത് ആദ്യമായിട്ട് യൂസ് ചെയ്യാണ്. ഇത് ആഡോ പ്രൊമോഷനോ ഒന്നുമല്ല. ഞാൻ ജസ്റ്റ് സാധനം വാങ്ങാൻ വേണ്ടി, റിങ് വാങ്ങാൻ വേണ്ടി കയറിയപ്പം ഒരു ഫേഷ്യൽ കിറ്റ് കണ്ടു. അപ്പോൾ ഏതെങ്കിലും ഒരു ഫേസ് വാഷോ അല്ലെങ്കിൽ ഫേസ് മാസ്ക് യൂസ് ചെയ്യണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഓൾ ഇൻ പാക്ക് എന്ന് പറഞ്ഞാൽ കണ്ടു. ഇതിൽ സ്ക്രബിങ്ങും ഗോൾഡൻ ജെല്ലും മസാജ് ക്രീമും പിന്നെ ഗ്ലോ പാക്ക് പിന്നെ പോളിഷിംഗ് ക്രീം 5 ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒന്ന് വാങ്ങി യൂസ് ചെയ്തത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വാങ്ങിയതാണ്. അപ്പം ഇതിന് 100 രൂപയാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അകത്ത് 100 രൂപയ്ക്കുള്ളത് ഉണ്ടോയെന്ന് ചോദിച്ചാൽ 5 പാക്കായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് തന്നെ ക്ലീനിങ് സ്ക്രബ്, സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഗോൾഡ് ജെല്ല്, തേർഡ് വൺ മസാജ് ക്രീം, ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ ഗ്ലോ പാക്ക്, ഫിഫ്ത്ത് വൺ പോളിഷിങ് ക്രീം. അപ്പോൾ പോളിഷ് ചെയ്യാനുള്ള ക്രീമൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും യൂസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ ക്ലീനിങ് സ്ക്രബ്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എത്ര മിനിറ്റാണ് വെക്കേണ്ടതെന്നുള്ളതിലുണ്ട് കേട്ടോ. ക്ലീനിങ് സ്ക്രബ് യൂസ് ചെയ്യുമ്പം 3 മിനിറ്റാണ് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഇത് യൂസ് ചെയ്യാം. ക്ലീനിങ് സ്ക്രബ് കറക്റ്റ് 3 മിനിറ്റ് വെക്കാനാണ് പറഞ്ഞത്. അപ്പം നമ്മൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നൈസായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. എന്ത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഫേസ് നല്ലപോലെ വാഷ് ചെയ്യണം. ഞാൻ വാഷ് ചെയ്ത് വന്നതായിരുന്നു. ഓൾറെഡി വാഷ് ചെയ്ത് സെറ്റാക്കി വെച്ചതാണ്. കുറച്ച് ബാക്കിയുണ്ട്. ഇത് നമുക്ക് അമ്മയുടെ മുഖത്തും കൂടെ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പം സെക്കൻഡ് സ്റ്റെപ്പിൽ കാണാം. ഇത് വാഷ് ചെയ്ത് വിട്ട് വരാം കേട്ടോ. 3 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് വാഷ് ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുഖവും കഴുത്തൊക്കെ വാഷ് ചെയ്ത് വന്നതാണ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് നോക്കാം. സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്കുള്ളത് ഗോൾഡ് ജെല്ലാണ്. ഇത് അപ്ലൈ ചെയ്തിട്ട് 2 മിനിറ്റ്സ് ആണ് വെക്കേണ്ടത്. മറ്റേത് ഞാൻ 3 മിനിറ്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് 2 മിനിറ്റ്സ്. അപ്ലൈ ചെയ്തിട്ട് 2 മിനിറ്റ്സ് വെക്കണം. എന്തായാലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വാഷ് ചെയ്തതിന് ശേഷം പറയാം കേട്ടോ. അങ്ങനെ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തേർഡ് സ്റ്റെപ്പാണ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മസാജ് ക്രീമാണ്. ഇത് 15 മിനിറ്റ് വെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തായാലും 15 മിനിറ്റ് വെച്ച് നോക്കാം. അപ്ലൈ ചെയ്യാം. ഹലോ ഗൈസ്, ഞാൻ നേരത്തെ 15 മിനിറ്റ് വെക്കാൻ പറഞ്ഞ പാക്ക് തേച്ചപ്പോൾ നമ്മുടെ പത പോലെയായിരുന്നേ, ഒരു വൈറ്റ് കളറ്. ഇപ്പം കണ്ട സ്ക്രബ് ചെയ്ത് ഇങ്ങനെയായി. ഞാൻ പതയ്ക്കുന്ന വിചാരിച്ചത്, പക്ഷേ ഇത് അതിങ്ങനെയായി. എന്തായാലും 15 മിനിറ്റ് വെക്കണം. 5 മിനിറ്റ് ആവുന്നേ ഉള്ളൂ. എനിക്ക് പിന്നെ ക്ഷമ പണ്ടേ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വലിച്ചു നോക്കിയാൽ ഉള്ളിൽ കണ്ട ഇങ്ങനെയാണ് വരുന്നത്. ഒരു യെല്ലോ നമ്മളെ കർമൂസൻ്റെ ഒക്കെ ജെല്ല് ഫേസിൽ അപ്ലൈ ചെയ്ത് വെക്കിയിട്ടുണ്ടോ? അത് ജെല്ലല്ല, കർമൂസൻ്റെ ഉള്ളിലുള്ള അത് പപ്പായ, അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ് വരാറ്. എന്തായാലും നമുക്ക് നോക്കാം 15 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്താവുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും 2 സ്റ്റെപ്പ് ഉണ്ട് ഗൈസ്. പതുക്കെ അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മസാജ് ജെല്ല ക്രീം ആയതുകൊണ്ട്. അങ്ങനെ 3ാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 4ാമത്തെ സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞു മക്കളെ, കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് പാക്കാണ് കേട്ടോ. അപ്പം നമുക്ക് ഇത് 10 മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ഔട്ട് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. എന്തായാലും സ്കിന്നിൽ എനിക്ക് വാഷ് ചെയ്യുമ്പോൾ തന്നെ മാറ്റം തോന്നുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ കറക്റ്റുള്ള റിസൾട്ട് നമുക്ക് നാളെ പറയാൻ കഴിയുള്ളൂ. ഇത് അപ്ലൈ ചെയ്തൊക്കെ കഴിഞ്ഞതിന് ശേഷം നാളെ എങ്ങനെയുണ്ട് എന്നുള്ളത് പറയാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഈ സാധനം യൂസ് ചെയ്തിട്ടേ ഇല്ല. സോ ഫേസിൽ ഇതൊന്നും പറ്റാത്തവരാണെങ്കിൽ ഇതൊന്നും ട്രൈ ചെയ്യാൻ നിൽക്കരുത്. എനിക്ക് പിന്നെ ഏത് യൂസ് ചെയ്താലും വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ടീം ആയതുകൊണ്ടാണ് ഞാൻ ട്രൈ ചെയ്തത്. നാളത്തേക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം.
അപ്പം എന്തെങ്കിലും പ്രോഗ്രാമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തലേദിവസം ചെയ്യരുത്. മാക്സിമം ഒരു 2-3 ഡേയ്സോ അല്ലെങ്കിൽ 1 വീക്കോ മുന്നെങ്കിലും അപ്ലൈ ചെയ്ത് നോക്കുക ഓക്കെ ആണോ, സ്കിന്നിന് ആപ്റ്റ് ആണോ എന്നുള്ളത്. ഓൾ ടൈപ്പ് ഓഫ് സ്കിൻ എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എന്നിരുന്നാലും നമ്മൾ കല്യാണപ്പെണ്ണൊക്കെ തലേദിവസം ഇതൊക്കെ അപ്ലൈ ചെയ്തെങ്ങാൻ കല്യാണത്തിന് അന്ന് പെണ്ണിൻ്റെ മുഖം അലമ്പായ പ്രശ്നമാവും. അപ്പോൾ പണി കിട്ടാതെ നോക്കണേ നിങ്ങൾ ഉത്തരവാദിത്തമാണ്. ഞാനിത് ജസ്റ്റ് ഒരു പാക്കായിട്ട് കണ്ടു, അപ്പോൾ വാങ്ങി അപ്ലൈ ചെയ്യാണ്. പ്രൊമോഷനോ അഡ്വർടൈസ്മെൻറ്റോ ഒന്നും അല്ല. അപ്പം നമുക്കത് എന്തായാലും വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. 10 മിനിറ്റാണ് വെക്കാൻ വന്നത്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. ഹായ്, അങ്ങനെ നമ്മൾ 5 ലെവലും കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് കേട്ടോ ലാസ്റ്റ് സ്കിൻ എന്ന് പറയുന്നത്. കഴുത്തിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഫേസിലും എനിക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. നാളെ നമുക്ക് എന്താവസ്ഥ നോക്കാം. നാളെ പ്രോഗ്രാമിന് ഒരുങ്ങാൻ വേണ്ടി എന്തായാലും നോക്കല്ലോ, ആ സമയത്ത് വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് ഒന്നുകൂടി നമുക്ക് ഉറപ്പ് വരുത്താം. അപ്പം ബൈ. പിറ്റേ ദിവസം റെഡി ആയിട്ടുള്ള ലുക്കാണ് കേട്ടോ. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം നല്ലൊരു പ്രൊഡക്റ്റാണ്, മാക്സിമം പറ്റുന്നവരൊക്കെ യൂസ് ചെയ്യുക. എനിക്ക് എന്തായാലും 100 രൂപയിൽ മൊത്തമായിട്ടൊരു ഫേഷ്യൽ തന്നെ ചെയ്ത മാതിരി ഉണ്ട്. നമ്മൾ 500-400 കൊടുത്ത് ഞാൻ പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും അതിൻ്റേതായൊരു ഗ്ലോ ഫേസിലേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.